നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി സാറിന് ഇന്ന് ജൂൺ 15 എന്ന് വിചാരിച്ച മലയാള മാസത്തിലെ മിഥുനമാസം 1-ാം തീയതി ഞായറാഴ്ച. എല്ലാവർക്കും ശുഭമുഹൂർത്തം. എല്ലാവർക്കും എൻ്റെ ഒരു സല്യൂട്ട്. എൻ്റെ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപി സാറിന്. ഇത് ഞാൻ ശീലിച്ചു പോയതാണ്, എന്താ മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്നോടെല്ലാവരും ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയത് നിങ്ങൾക്ക് പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് നമ്മളെന്താ ചെയ്യുക, അതങ്ങനെയല്ലേ. ഇന്ന് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാം കേട്ടിട്ട് നിങ്ങളെല്ലാവരും അതിന് വിധി എഴുതണം. വിധി എന്ന് പറഞ്ഞാൽ കമൻറ്റും ലൈക്കും ഷെയറും മാത്രമാണ്. അത് മാത്രമല്ല, ഞാൻ ഇടുന്ന പല തീരുമാനങ്ങളും ഇവിടുത്തെ കോടതികളിലേക്ക് ഒരുപാട് മുകളിലാണ്. അതിന് കാരണം ജനപക്ഷം ഇരുന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതും അനുഭവിക്കുന്നു. ഇന്നും പറയുന്നത്, ഇന്ന് ഏതാണ്ട് ഒരു 3 വീഡിയോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊക്കെ കാരണങ്ങൾ തരത്തിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കണം. നമ്മൾ കുറേ തിരഞ്ഞെടുക്കുന്നുണ്ട്, പല നേതാക്കന്മാരെയും തിരഞ്ഞെടുക്കുന്നുണ്ട്. MP മാർ, അതായത് പാർലമെൻറ്റ്, രാജ്യസഭ, ലീഗൽ അസംബ്ലി, അതുപോലെ നമ്മുടെ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ ഒരുപാട് റവന്യൂ ഉദ്യോഗസ്ഥർ. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവരോടൊക്കെ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം, ഒരൊറ്റ കാര്യം. അതുപോലെ ഒരു ചോദ്യം ബിൽഡിംഗ് ഓണർമാരെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ആർക്ക് എന്ത് നേടിക്കൊടുത്തു എന്നാ ചോദ്യം. ഇവിടെ ജനിച്ച കുട്ടികൾ, എൻ്റെയും നിങ്ങളുടെയും, ഇവർ ജോലിക്ക് അവിടെ പോകും എന്നാണ് ചോദിക്കുന്നത്. അതായത് ആകെ വരുമാനത്തിലെ 0.5% ആളുകൾക്ക് മാത്രം ഇവിടെ ജോലി കൊടുത്ത് ഈ 99.25% ആളുകൾ എവിടെ പോകും ജീവിക്കാൻ എന്നാണ് ചോദ്യം. ഇതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ തൂങ്ങിച്ചത്തൂടെ എന്നാണ് അടുത്ത ചോദ്യം. മനസ്സിലായില്ലേ? രണ്ടാമത്തത് ബിൽഡിംഗ് ഓണർമാരോട് ഒരു കാര്യം. നിങ്ങൾ കുറേ ബിൽഡിങ് കെട്ടിയിട്ടുകൊണ്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല. എവിടെ ബിൽഡിങ് കെട്ടിട്ടാലും ഇതിൽ റവന്യൂ നിയമങ്ങൾ കുറച്ച് നിങ്ങൾ അറിയണം. ഈ റവന്യൂ നിയമങ്ങൾ അറിയുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരെക്കുറിച്ചും ഇതറിയണം. എന്താണ് റവന്യൂ നിയമങ്ങൾ, എന്താ റവന്യൂ ഉദ്യോഗസ്ഥർ? ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഓട്ടിസം ബാധിച്ച കുട്ടികളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓട്ടിസം ബാധിക്കാനുണ്ടായ കാരണം ഇംഗ്ലീഷ് മരുന്നുകളുടെ അനാസ്ഥയാണ്. ഇത്തരം സ്ഥാപനങ്ങൾ പൊളിച്ചു കളയാൻ എന്തുകൊണ്ട് നിയമവകുപ്പ് തയ്യാറാവുന്നില്ല എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ നമ്മളുടെ ഒരു സൈഡിൽ നിന്ന് കുഴഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഓട്ടിസം ബാധിക്കുക, സ്വയബുദ്ധി ഇല്ലാണ്ട്, അല്ലെങ്കിൽ അരഭാഗം തളർന്നു കിടന്നവർ, ഇവർ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് നിങ്ങൾ ഒരിക്കലും ഒരു സെക്കൻഡ് ചിന്തിക്കുക. ഇവർക്ക് അപകടം പറ്റി നമ്മളിങ്ങനെ കൈയോടിച്ചിട്ട് കക്കാന്ന് പറഞ്ഞ് ചിരിക്കലും മനുഷ്യത്വമല്ല. അതുപോലെ ബിൽഡിംഗ് ഓണർമാരാണ്. നിങ്ങൾ ബിൽഡിങ് കെട്ടിയിടുന്നത്, റോഡിന് സ്ഥലം കൊടുക്കുന്നത്, പള്ളിക്കുളത്തിന് സ്ഥലം കൊടുക്കുന്നത്, കുളത്തിന് പള്ളിക്ക് സ്ഥലം കൊടുക്കുന്നത്, പള്ളി നിർമ്മിക്കുന്നത്, ഇതിലൊക്കെ ഒരു പൊതു താല്പര്യങ്ങളുണ്ട്. അതായത് പൊതുവായ കാര്യങ്ങൾ. ഇതിന് പേര് ഖുർആൻ പറയുന്നത് ബൈത്തൽ മാൽ എന്നാണ്. ബൈത്തൽ മാൽ അതായത് ലോകത്തുള്ള ജനങ്ങൾക്ക് ഉപകാരമുള്ളത്. ഇപ്പം നിങ്ങളൊരു ബിൽഡിങ് കെട്ടി 4 റൂം വാടകയ്ക്ക് കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് 4 പാർട്ടിക്ക് എടുത്തിട്ട് അത് വലിയ രീതിയിൽ അവർ ചെറിയ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാടക കിട്ടുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഒരു കുടുംബത്തിൽ 4 പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബം കൂടി അത് കഴിയുന്ന ഒരു വലിയൊരു കർമ്മമാണിത്. അതുപോലെ കുളമുണ്ടാക്കുന്നവർ കുളമുണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് ഒന്ന് കുടിച്ച് ഒന്ന് മുങ്ങിയതിന് ശേഷം, ഇതര മതസ്ഥരാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്, ഏതെങ്കിലും ഒരു മതസ്ഥരം, ഒരു ഹിന്ദു മതക്കാരനെ കണക്കൂട്ടിക്കുക, ഒന്ന് മുളിച്ച് ഒന്ന് പൊന്തി ഒന്നൊക്കെ കഴിഞ്ഞിട്ട്, ഓ എൻ്റെ ദൈവമേ ഞാൻ വല്ലാത്ത ചൂടിലായിരുന്നു വന്നിരുന്നത്, അല്ലെങ്കിൽ അഴുക്കിലായിരുന്നു എന്നൊരു വാക്ക്, അതൊരു അതിഭയങ്കരമുള്ളൊരു വാക്ക്. അത് മുസ്ലിം ആണെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് സ്തുതി ചെയ്യുന്നു. കാരണം ഇത്രയും വലിയ സംവിധാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളുടെ മദ്രസകളിൽ, പള്ളികളിൽ ഉള്ള കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതിൻ്റെ പരിസരവാസികൾ ഒരു കുടം വെള്ളത്തിന് ഓടി നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള സ്കൂൾ കുട്ടികൾക്ക് വെള്ളം കുടിക്കേണ്ടതുണ്ടാകുമ്പോൾ ഇവർ വിലക്കുന്നത് ഏത് നിയമം വെച്ചാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിന് റവന്യൂ ജീവനക്കാർ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഒരു കിണറിൽ ഒരു കുടം വെള്ളത്തിൽ കൂടുതലുണ്ടെങ്കിൽ തൊട്ടടുത്ത ആളുകൾക്ക് മോട്ടർ വെച്ചിട്ടാണ് വെള്ളം കൊണ്ടുപോകുക. അതായത് പരിസരം മലിനീകരണം ഉണ്ടാക്കാൻ പാടില്ല. ഈ ഉപയോഗിക്കുന്ന വെള്ളം
ഒരു കുടം വെള്ളം ഏത് കിണറ്റിലുണ്ടെങ്കിലും ശരി, മറ്റൊരുത്തനത് മോട്ടർ വെച്ചിട്ട് അവൻ്റെ ഐറ്റത്തിന് കൊണ്ടുപോകാം. അതിന് ഒരു ലീഗൽ ഫോർമാലിറ്റിയും വേണ്ട. കുടിവെള്ളം ഞാനെടുത്തു, അത് മാത്രമാണ് അതിൻ്റെ ചുറ്റുപാട്. കുടിവെള്ളം ഞാനെടുത്തു. അതുപോലെ അവിടെ ആ വെള്ളത്തിൽ മലിനമാക്കുന്ന ഒരു സമ്പ്രദായം പറ്റില്ല. അതുപോലെ ഈ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കർമ്മമാണ്, നിങ്ങൾക്ക് അറിയില്ല. ഒന്നാമത് അതിൽ ബാത്റൂമുമാണ്. നിങ്ങൾക്കറിയാമല്ലോ, മലമൂത്ര വിസർജനം ആരെ സംബന്ധിച്ച്. ഇപ്പം നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഒന്ന് മൂത്രം ഒഴിക്കാനോ കക്കൂസ് പോരാൻ മുട്ടിയേ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ പറയുന്നതൊക്കെ പോട്ടെ, ഞാൻ പറയുന്ന നിയമവും അതിൻ്റെ വശങ്ങളും അത് മാറ്റി നിർത്ത്. ഇവരെന്ത് ചെയ്യും? അതാണ് എൻ്റെ ചോദ്യം. ഈ ബിൽഡിങ്ങുകൾ നിങ്ങൾ ഇപ്പം ഇന്നലെ ഞാൻ മരുതൂർ പോയിട്ട്, മരുതൂർ പൊട്ടക്കുളത്തിന് മുമ്പ് പോയിട്ട്, ഏതാണ്ട് ഒരു ബിൽഡിംഗ് ഓണർ 10 റൂമുകൾ കെട്ടിയിട്ടിട്ട് വാടകയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. വാടകയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ആ ബോർഡിലെ നമ്പറിൽ വിളിച്ചിട്ട് ഇന്ന് ഒരു റൂം എനിക്ക് തരുമോ എന്ന് ചോദിച്ച സമയത്ത് ഇയാൾ വൈകുന്നേരത്തെ പറയാം, ചെറിട്ട് പറയാം, അദ്ദേഹത്തിന് എന്നെ പറ്റിയില്ല. ഞാൻ പറയുന്നത്, എന്നെ പറ്റിയില്ലെങ്കിൽ ഇവിടെ കോടിക്കണക്കിന് ആളുകൾക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അതാണ് നിങ്ങൾ ചിന്തിക്കണം. ഞാനിപ്പോൾ പറഞ്ഞത് കണ്ട, എൻ്റെ ഒരു കാര്യം എടുത്തിട്ടൊന്നല്ല പറഞ്ഞത്, എൻ്റെ ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചെന്ന് കണ്ടിട്ടുള്ള ചില സത്യങ്ങൾ, അത് നഗ്ന സത്യങ്ങൾ. നിങ്ങൾ ബിൽഡിങ് ആര് കെട്ടിയിടുന്നതും നിങ്ങൾക്കൊരു ലാഭം മോഹിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതിന് എൻ്റെ കയ്യിൽ സന്തോഷമേ ഉള്ളൂ. മറിച്ച് ഇത് പല ആളുകൾക്കും വാടകയ്ക്ക് കൊടുക്കണം. അത് നിങ്ങളുടെ ബിൽഡിങ് അവൻ്റെ സ്വന്തം പേരിൽ എഴുതാനൊന്നുമല്ല, അങ്ങനത്തെ ഒരു സംവിധാനവും ഇല്ല. ഇവിടെ അതിന് പഞ്ചായത്തിൽ ലൈസൻസ് കൊടുക്കുമ്പോൾ അത് പഞ്ചായത്തിന് അതിൻ്റെ നിശ്ചിത ഫീസ്, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കൂടിയതാണല്ലോ ഈ പഞ്ചായത്ത്. ഏത് പഞ്ചായത്തിലാണെങ്കിലും എനിക്കടക്കം പങ്കുള്ളതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ വലങ്ങാട് ജലവൈദ്യുതി ഉണ്ടാക്കിയ, വലങ്ങാട് എവിടെയെന്ന് അറിയാമെങ്കിൽ വയനാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും അതിർത്തിയിലാണ്. എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായോ? അതിൻ്റെ ഒരു ഭാഗം വരിക കർണാടക സ്റ്റേറ്റിൻ്റെയാണ്. ഇത്രയൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതൊന്നുമല്ല അത്. നിങ്ങൾ ചില സത്യങ്ങൾ അറിയണം. ഞാനിവിടെ വരുന്ന സമയത്ത് എൻ്റെ വല്യമ്മയുടെ കോന്തരയും പിടിച്ച് 1.5 വയസ്സുള്ള ഒരു കുട്ടി നടക്കുമ്പോൾ 15 യൂണിറ്റ് കറണ്ട് കഴിഞ്ഞത് കൊണ്ട് നെല്ല് കുത്താൻ മില്ലിൽ കറണ്ടില്ല, ഇനി അടുത്ത മാസം കോട്ട വന്നിട്ട് വേണം ഈ നെല്ല് കുത്തി വെക്കാൻ എന്ന് പറയുന്നൊരവസ്ഥ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങളാ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഇഷ്ടം പോലെ ഈ കറണ്ട് ഉണ്ടായത് ഇത് ആകാശത്ത് നിന്ന് പടച്ചം വന്നിട്ട് നേരെ തന്നൊന്നുമല്ല. പടച്ചം നമുക്ക് വലിയൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? അതെന്താ? വെള്ളം ഒരു നിസ്സാര കാര്യമൊന്നുമല്ല, വലിയ കാര്യമാണ്. അതുപോലെ ഒരുപാട് പഴവർഗ്ഗങ്ങൾ, അത് നിസ്സാര കാര്യമല്ല. മാത്രമൊന്നല്ല, എനിക്ക് നിങ്ങളോട് ഇതുപോലെ സംസാരിക്കാനുള്ള വേദി, ഈ ആരോഗ്യം, ഇത് നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. ഓരോ തവണയും നമ്മൾ പടച്ചവന് റബ്ബിനോട് ശുക്ർ ചെയ്യേണ്ടതാണ്. അത് ഏത് മതക്കാരനാണെങ്കിലും. മനസ്സിലായില്ലേ? നിങ്ങളുടെ മതം കളറൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയല്ല. അപ്പോൾ ഈ ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ ബിൽഡിംഗ് ഓണർക്ക് കർശനമായിട്ട് താക്കീത് കൊടുക്കണം. ഒരു താക്കീതല്ല, 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വിവിധ ആളുകൾ വാടകയ്ക്കെടുത്ത് അവരതിൽ ഉൽപ്പന്നം കൊണ്ടുവരണം. സെക്രട്ടറി അടഞ്ഞു കിടക്കുന്ന ഒരു സിറ്റി ഞാൻ ആഗ്രഹിക്കുന്നില്ല, പൂട്ടിക്കിടക്കുന്നതല്ല ആഗ്രഹിക്കുന്നത്. അത് തുറന്നിട്ട് പ്രവർത്തിക്കാം നല്ല രീതിയിൽ. അതായത് നിങ്ങളുടെ ഉൽപ്പന്നം പൊതുജനത്തിന് ഉപകരിക്കുമെങ്കിലേ അവർ വന്ന് വാങ്ങും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. മനസ്സിലായില്ലേ? അതിന് നുണ പ്രചരിപ്പിക്കരുത്. നുണ എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞാൻ ആദ്യം ചോദിച്ചത്, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഒരാളെ എടുത്തിട്ട് ഇത് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നട്ടെല്ല് മുറിഞ്ഞിട്ട് മൂലക്ക് കടന്നിട്ട് ചികിത്സ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ ഒരു വൈദ്യം പഠിച്ചുണ്ടാക്കി വന്നതാണ്. എനിക്ക് 50 കൊല്ലത്തെ സർവീസ് പരിചയമുണ്ട്. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞ MP-മാർ MLA-മാരും ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് എന്ത് തീരുമാനം ഇടാൻ നിങ്ങൾക്ക് കഴിയും? എന്താണ് നിങ്ങൾ മുമ്പ് തീരുമാനിച്ചത്? എന്തിനാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്തത്? ഇവിടെ എന്തിനാണ് ഈ നിയമം നടത്താൻ പറ്റാത്ത ഹൈക്കോടതി കേരളത്തിൽ? അതാണ് ചോദ്യം. എന്തിനാണ് ഹൈക്കോടതി കേരളത്തിൽ എന്നാണ് ചോദിക്കുന്നത്. നിയമം നടപ്പാക്കാൻ പറ്റില്ലെങ്കിൽ ഇവരെ എന്തിനാണ് ഈ സ്ഥാനത്തിരിക്കുന്നത്? വലിയ വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് എന്ത് ലാഭമാണ് ഉള്ളത്? ഈ വിദ്യാഭ്യാസം പഠിച്ചാണ് ഇവിടെ എന്താ ഉണ്ടാക്കി തീർത്തത്? നിങ്ങളതൊന്ന് പറയും, എന്താ ഉണ്ടാക്കി തീർത്തത്? ഇവിടെ കൃഷിപ്പണിക്കാരെ ചെയ്യുന്നതിൻ്റെ ഒരു അംശം ഇവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്കൊക്കെ പോയി തൂങ്ങിച്ചത്തൂടെ നായ്ക്കളെ. ഞാൻ ഈ പറയുന്നത് പൊതുജനങ്ങളോട്, പൊതുജനം എന്ന കോടതിയോട് തന്നെയാണ്. ഞാൻ ഈ കൈയും കൊണ്ട്, ഈ മനസ്സും കൊണ്ട് നിങ്ങൾക്കെതിരെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും. മോശമാക്കളെ സംസാരം എൻ്റെ രീതിയിൽപ്പെട്ടതാണ്.
കാരണം നിങ്ങളുടെ ഭാഷയിൽ ഇരുന്നിട്ട് നിങ്ങളിവിടെ IAS പഠിച്ചവനും അതിൻ്റെ മുകളിലുള്ളവനും ചൂടുള്ളവനും ഇവനെയൊക്കെ ഞാൻ ഒരുപാട് കാലം കൊണ്ട് കണ്ട് പരിശോധിച്ച് ഇവൻ്റെ നിലപാട് ഇന്നതാണ്, ഇവ ഇന്നതാണ് സമൂഹത്തിന് ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാണ്ട് എന്തെങ്കിലും അല്ല, അവനക്ക് മാത്രം ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. അതേ സ്ഥാനത്ത് എൻ്റെ വിദ്യാഭ്യാസം എത്രയാണ്, എൻ്റെ സംവിധാനം എത്ര. ഇപ്പം ഞാൻ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളറിയാം, അത് സത്യം നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഈ എന്നെ നിങ്ങൾ കാണുന്നുണ്ടോ, അതിൻ്റെ പിന്നിൽ ഒട്ടനവധി ചരിത്രമുണ്ട്. ഈ വലിയ ഫോൺ എപ്പോഴാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിൻ്റെ മുമ്പ് എൻ്റെ അടുത്തുണ്ടായിരുന്ന മോട്ടറോള ചെറിയ ഫോണാണ് ഇവിടെ ഇരിക്കേണ്ടത്, ഞങ്ങൾക്ക് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വിചാരിച്ചാൽ 1 കിലോ തൂക്കി കൊടുത്ത് എത്ര ഉറുപ്പ് കിട്ടുമെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ടല്ല അത് വെച്ചത്. അതിൻ്റെ പിന്നാമ്പുറത്ത് ഒട്ടനവധി ചരിത്രമുണ്ട്. ഒന്ന്, ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ അത് നിസ്സാരമല്ല. ഒരു സാധനത്തിന് ഏകദേശം 20 കോടി രൂപ വില വരും. ഒന്ന്. രണ്ടാമത്തെ സാധനങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഇതുവരെ വന്നത്. അത് ഒരു ചെറിയൊരു കാര്യമൊന്നുമല്ല, അതൊരു വലിയ കാര്യമാണ്. കാരണം ഇവിടെ എന്നെക്കാളും മുൻ തലമുറ ഉള്ള ആളുകൾ പിന്നെ മരം കൊണ്ട് കൈക്കോട്ടുണ്ടാക്കി, ആ മരം കൊണ്ട് അത് കളച്ച് നെല്ല് കളച്ചുണ്ടാക്കി അവർ കൊല്ലത്തിൽ ഒരു തവണ മാത്രം ഭക്ഷണം കഴിച്ച്, കൊല്ലത്തിൽ ഒരു തവണ മാത്രം, അതായത് ഒരു പെരുന്നാളിനോ ഒരു ഓണത്തിനോ ഒരു ദിവസത്തെ ഊണ് വേറെ ഇല്ല അവർക്ക്. പിന്നെ കിയ്യ് കെട്ടി കാച്ചുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. കിയ്യ് കെട്ടിയിട്ട് കാച്ചുക, ഒരു കിയ്യിൽ അരിയിടുക, എന്നിട്ട് അത് പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലാക്കുക, എന്നിട്ട് ഒന്ന് തിരുമ്പി വീഴുക, അതെടുത്തിട്ട് അവിടെ തൂക്കി വയ്ക്കുക. എന്നിട്ട് നാളെ ഇതേ പണി ചെയ്യാം. ഈ കഞ്ഞിര വെള്ളം, ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതുവരെ നമ്മുടെ കാരണന്മാർ ഇത്രയൊക്കെ പണിയെടുത്തത്. നിങ്ങൾ സുഖത്തിന് വേണ്ടി മയക്കുമരുന്നും കള്ളും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ലൈസൻസ് തരാനും നിങ്ങളെ താലോലിക്കാനും നിരവധി പോലീസുകാർ. ഞാനിതിൽ ശക്തമായിട്ട് പ്രതികരിക്കാൻ മാത്രമല്ല, പൊതുജനം എന്ന കോടതിയോടാണ് ഞാൻ ഈ പറയുന്നത്. സോഷ്യൽ മീഡിയ വലിയ രീതിയിലാണ് എന്ന് പലരും പറയുന്നത്. എന്നിട്ട് എൻ്റെ അത്ര നാശനഷ്ടമുണ്ടാക്കിയ മുസ്ലിം ലീഗിന് നേരെ നിങ്ങൾ ഒരു നടപടിയും കണ്ടില്ല. എല്ലാവരെയും ശിക്ഷിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എല്ലാവരെയും വേണം എന്നൊന്നും പറഞ്ഞില്ല. കൃത്യമായിട്ട് അതിൽ പിന്നിൽ പ്രവർത്തിച്ചവരുടെ മുഴുവൻ പേര് പറഞ്ഞതാണ്. ഒരു പതിയിലെണ്ണി, ഒരു പതിയിൽ അബൂബക്കർ, ഒരു റാസി, ഒരു കരീം. ഞാൻ ഈ കൈ കൊണ്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള തെറ്റെന്താണെന്ന് നിങ്ങൾ പറയും. ഞാൻ തെറ്റ് നിങ്ങളോട് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഏത് തരത്തിലാണെങ്കിൽ വാക്കുകൊണ്ട് തെറ്റ് ചെയ്താണെങ്കിൽ ഞാനതുപോലെ മാപ്പ് പറയാൻ തയ്യാറാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ സ്വന്തം വീഡിയോ കൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. വേറൊരാളുടെ ഒരു ഫോട്ടോ വീഡിയോ ഒരു നമ്പറൊന്നും ഉപയോഗിച്ച് ഞാൻ ചെയ്യാറില്ല. എന്താ കാരണം പൊതുജനം ഞാനും കൂടിയതാണ്. അവരോട് തെറ്റ് ചെയ്യാൻ പാടില്ല. പൊതുജനത്തിനെ ബഹുമാനിക്കുന്നു, ഒരു വിധമൊക്കെ പറ്റാവുന്നതൊക്കെ അംഗീകരിക്കുന്നു. കാരണം ഞാനൊരു വ്യക്തി ഉണ്ടാക്കിയത് ഈ ലോകത്തിന് ഒന്നായിട്ട് പിന്നെ തളപ്പിട്ട് കെട്ടാനല്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറക്കെ പറയുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാനൊരു വൈദ്യനാണ്, അതായത് ചത്ത് കിടക്കുന്നവനെ പറപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. മന്ത്രം കൊണ്ടല്ല ഈ സാധനം, തന്ത്രം കൊണ്ടാണ്. ഈ തന്ത്രം എന്നത് പച്ചമരുന്നാണ്, മനസ്സിലായില്ലേ? അതായത് പണ്ട് കാലത്ത് പൂസാരിമാർ ചെയ്തിരുന്ന സമ്പ്രദായത്തിൻ്റെ നടുവിലാണ് ഞാനിത് വാങ്ങിയത്. മക്കയിലുള്ള മസ്ജിദുൽ ഹറമിൽ വെച്ചിട്ടാണ്. നിങ്ങൾ വിശ്വസിക്കില്ല എന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വിശ്വസിച്ചില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ നശിച്ചു എന്നതിനെക്കുറിച്ച്. അപ്പോൾ ബന്ധപ്പെട്ട ജഡ്ജിമാർ, ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിന് തീരുമാനമുണ്ടാക്കണം. അവിടെ ബിൽഡിംഗ് അടഞ്ഞു കിടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തായിരുന്നു, അവർക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ കേൾക്കണം. അടഞ്ഞു കിടന്നിട്ട് പിന്നെ അതുപോലെ അവിടെ വാടകയ്ക്ക് വന്ന് ചോദിച്ച് മടങ്ങിപ്പോയി എല്ലാവരെയും വിസ്തരിക്കണം എന്നാണ് നിയമത്തോടെ എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നാട്ടിലെ ഒരു ആളുടെ ജോലിയും വേസ്റ്റാക്കി കാണാൻ പാടില്ല. അത് ബിൽഡിംഗ് ഓണറായാലും കൃഷിപ്പണിക്കാരനാണെങ്കിലും എന്നെ പോലുള്ളവനായാലും വേസ്റ്റാക്കാൻ ഉള്ളതല്ലാതെ അത് നമുക്ക് ഒരാൾക്ക് പറ്റിയില്ലെങ്കിൽ വേണ്ട, അടുത്ത ആൾക്ക് അത് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം ഞാൻ മൂലം ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് നിരവധി ആളുകൾക്ക് ഗുണം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് വിനയത്തോടെ പറയാൻ സാധിക്കും. ഇത് ഉണ്ടാക്കി തന്നത് എൻ്റെ ഒരു 4-5 തലമുറയിലുള്ള വല്യപ്പന്മാർ 5-6 തവണ നടന്ന് പോയി ഹജ്ജ് ചെയ്തിട്ടുള്ളൊരു ചരിത്രം ഉണ്ടായിരുന്നു. അന്ന് പാസ്പോർട്ട് ഇല്ലാത്തൊരു കാലത്ത്. പാസ്പോർട്ട് വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, അതിൻ്റെ മുമ്പ് പാസ്പോർട്ടില്ല. ഇവിടുന്ന് പോലെ പായ്ക്കപ്പൽ അതിൻ്റെ ശേഷമാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ മുമ്പ് പായ്ക്കപ്പലുമില്ല, നടന്നിട്ട് വേണം പോകാൻ. അങ്ങനെ ഒരു പേരക്കുട്ടിയാണ് ചങ്കുറ്റമുള്ളത്. അതിന്ന് എൻ്റെ ഉമ്മാനെ നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ ഉമ്മയെ എൻ്റെ മോത്തമ്മയും ജീവിച്ചിരിപ്പുണ്ട്.
അവരോട് നിങ്ങൾ സംസാരിച്ചാൽ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. കാരണം നയമല്ല വേണ്ടത്, ഓരോരുത്തരുടെ ഊർജമാണ്, ചങ്കൂറ്റമാണ്, അവരുടെ ഉറപ്പാണ്. ഈ ഉറപ്പ് കൊണ്ട് എനിക്ക് കോടിക്കണക്കിന് ആളുകൾക്ക് ഉപകരിക്കുന്ന പലതും ഉണ്ടാക്കാൻ സാധിച്ചു. ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ തന്നെ, തൊഴിൽ മേഖല, വൈദ്യമേഖല, ശാസ്ത്രമേഖല. അതാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ നിങ്ങളിത് കേട്ടിട്ട് എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും സപ്പോർട്ടിലാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ മുഹമ്മദ് പട്ടാമ്പി, ആലഞ്ചുവട്, കൊടലൂർ. എൻ്റെ ദേശത്തിൻ്റെ പേര് കൊടലൂർ എന്നാണ്. കൊടലൂർ ഒരു വലിയ സിറ്റിയാണ് കേട്ടോ. കൊടലൂരാണുള്ളത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കൊടലൂരാണുള്ളത്. പട്ടാമ്പി മുനിസിപ്പൽ കോടതി എന്ന് പറഞ്ഞത് കൊടലൂരാണുള്ളത്. പട്ടാമ്പി സംസ്കൃത കോളേജ് കൊടലൂരാണ്. അപ്പോൾ ആ ആളുകൾ അവിടെ കുറേ ആളുകൾ തിന്നുന്ന ചാടി കളിച്ചൊക്കെ നിന്നപ്പോൾ അതിന് പേര് മാറ്റി മേലെ പട്ടാമ്പി എന്നും താഴത്തെ പട്ടാമ്പി എന്നും ഒക്കെ ആക്കി തീർത്താണ്. അതൊക്കെ തെറ്റാണ്. നേതിരിമംഗലം അംശം കൊടലൂർ ദേശമാണ്. അസ്സലാമു അലൈക്കും.